ലച്ചസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ഇൻസ്റ്റന്റ് നെയ്യപ്പം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് അരി അരക്കുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഒട്ടും താമസിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി അരക്കുകയോ കുതിർക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ, അതായത് ടേബിൾ സ്പൂൺ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് റവയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തേക്കുക, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ കട്ട് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ മാക്സിമം നല്ല കളറുള്ള ശർക്കര തന്നെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല കളർ ഉള്ള നെയ്യപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതുപോലുള്ള ഗ്ലാസ്സിലെ 1.5 ഗ്ലാസ്. ഇനി നമുക്കൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു സീക്രട്ട് സാധനം കൂടെ ചേർക്കാം. ഇതാണത്, പപ്പടം ചേർത്ത് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇതൊന്ന് പൊടിച്ചിട്ട് ചേർക്കണം. സാധാരണ നമ്മൾ അരി അരച്ചിട്ട് ചെയ്യുന്ന നെയ്യപ്പം ആണെങ്കിൽ ഇത് അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാം. ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിൽ പപ്പടം ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പപ്പടം ഒന്ന് പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതിലേക്ക് പപ്പടം ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇത് ചേർത്താൽ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആവും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇത് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ചേർക്കണ്ട. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഒരുപാട് വെള്ളമായി പോകരുത്, ഒത്തിരി തിക്കായും പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഇനി നമുക്ക് ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഒരു 5-6 മണിക്കൂർ വെച്ചാൽ മതി. നമുക്കിപ്പോൾ വൈകുന്നേരം നെയ്യപ്പം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ കലക്കി വയ്ക്കുക, എന്നിട്ട് വൈകുന്നേരം ചുട്ടെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവൊന്ന് നോക്കാം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്, ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കണം.
ഇത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു പാൻ എടുക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് മതി. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ചിലർ ഇതിലേക്ക് എള്ള് ചേർക്കും. എള്ള് ചേർത്താൽ നല്ലതാണ്. ഞാനത് ചേർക്കുന്നില്ല. ഞാൻ തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ എടുത്ത് ഈ നെയ്യോട് കൂടെ തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ആയിട്ടില്ല. 2-3 ഏലക്ക ഉണ്ടായത്. ഞാൻ അത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല സ്മെല്ലും കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും ശരിക്കും വേഗത്തില്ല. സൺഫ്ലവർ ഓയിൽ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ പതിഞ്ഞ് വരുന്നത്. 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ നെയ്യപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളിത് എണ്ണയിൽ നിന്ന് എടുത്താൽ മതി. നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇതാ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതാ നമ്മുടെ നെയ്യപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അരി അരയ്ക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കണ്ട. ഇതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ നല്ല സന്തോഷമാവട്ടെ. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.